98 കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും വിദ്യാസമ്പന്നന്മാരാണ്, ചെറുപ്പക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അത്തരത്തിലുള്ളവരെല്ലാം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന രാഷ്ട്രീയ ധാരണക്ക് കരുത്തു പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ 15-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി. അത് VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി EP ജയരാജന് ബിസിനസ് ഇടപാടാണ്. ആദ്യം VD സതീശൻ മനസ്സിലാക്കേണ്ടത്, VD സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. VD സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന് ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാം. എനിക്ക് എന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല, അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറായി. ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ്. അതാണ് എനിക്കുള്ള ഏക ഷെയർ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി അങ്ങനെ ഇല്ല, എല്ലായിടത്തും UDF തമ്മിലാണ് മത്സരം. നിങ്ങളങ്ങനെ ചോദിച്ചതൊന്നായി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആരെങ്കിലും നോക്കി? നിങ്ങളുടെ കൈവശമെല്ലാം അതിൻ്റെ ഇതുണ്ടല്ലോ, എന്താ സ്ക്രിപ്റ്റ്, നിങ്ങളെടുത്ത് നോക്കി. ഞാൻ എന്താ പറഞ്ഞത്? എന്നോട് ആ ചോദ്യം പത്രക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ നോക്ക്. ആ മറുപടി പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനും BJP റാഞ്ച് ചെയ്യുകയാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇടതുപക്ഷത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ എല്ലാ സ്ഥലത്തും ഫോക്കസ് ചെയ്തത്. പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിച്ചാൽ, ഞാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആരും ചോദിച്ചില്ല, മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിച്ചില്ല. പൊതുവെ പ്രഖ്യാപിച്ചിട്ടുള്ള BJP ഞാൻ ചില സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എൻ്റെ CPM-ൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല. രാജ്യത്തിൻ്റെ ആപത്തുണ്ട്, ഇത് ഉപയോഗപ്പെടുത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം മനസ്സിലാക്കണം, അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. അതാണ് ഞാൻ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ, ഈ ഫാസിസ്റ്റ് ഭീകരഭരണം ഇന്ത്യ രാജ്യം നിലനിർത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ ഉപേക്ഷിച്ചതാണ്. ഈ ദക്ഷിണേന്ത്യയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂരൊന്നും ഒരു തരത്തിലും സുരേഷ് ഗോപിയൊന്നും ജയിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് സിനിമയല്ല, രാഷ്ട്രീയം. ആ ഞാൻ പറഞ്ഞ കാര്യമോടെ കൊടുത്തു നോക്കൂ. ഇത് ഒരു പത്രപ്രവർത്തകൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതായിട്ട് ചിത്രീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ കൈവശമുണ്ട്, അതെടുത്ത് നോക്ക്. അത് പ്രക്ഷേപണം നടത്തുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം പ്രക്ഷേപണം നടത്തില്ലല്ലോ. അതെന്താ നടത്താത്തത്? അപ്പോൾ അത് ചില രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്.